खलीफा के हम हैं खलीफा हमारा, वो दिल है हमारा आका हमारा। हमारा हमारा खलीफा हमारा, वो दिल है हमारा आका हमारा। वो दिल है हमारा आका हमारा। Bismillahirrahmanirrahim. Assalamu alaikum wa rahmatullahi wa barakatuhu, and welcome back to This Week with Hazur. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അഹമ്മദിയ മുസ്ലിം മൂവ്മെൻറ്റ് സ്റ്റുഡൻറ്റ് അസോസിയേഷൻ ജർമ്മനിയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് മുലാഖാത്തിനുള്ള അനുവാദം നൽകുകയുണ്ടായി. കൂടാതെ അമേരിക്കയിൽ നിന്നുള്ള അൻസാറുകളുടെ ഒരു പ്രതിനിധി സംഘത്തിനും ഹുസൂറുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഭാഗ്യം ലഭിച്ചു. ഞായറാഴ്ച ജർമ്മനിയിൽ നിന്നുള്ള ലജ്ന വിദ്യാർത്ഥികൾക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അനുവദിച്ച കൂടിക്കാഴ്ചയോട് നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. ജൂൺ 7 ജർമ്മനിയിൽ നിന്നുള്ള ലജ്നയുമായില്ല യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിൻസുൽ അസീസ് കൂടിക്കാഴ്ച നടത്താനുള്ള ഭാഗ്യമുണ്ടായി. ഇസ്ലാമാബാദിലെ മസ്റൂർ ഹാളിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ചക്കായി ലജ്ന അംഗങ്ങൾ പ്രത്യേക യാത്ര ചെയ്താണ് എത്തിയത്. കൂടിക്കാഴ്ചയിൽ മതപരവും സമകാലീനവുമായ വിവിധ വിഷയങ്ങളിൽ ഹുസൂറിനോട് ചോദ്യം ചോദിക്കാനുള്ള അവർക്ക് ലഭിക്കുകയുണ്ടായി. അള്ളാഹു നമുക്ക് ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ശരിയും തെറ്റും തിരിച്ചറിയാനുമുള്ള വിവേക ബുദ്ധി നൽകിയിട്ടുണ്ടല്ലോ. എന്നാൽ ഒരു പ്രത്യേക ഇസ്ലാമിക കൽപ്പനയിൽ എൻ്റെ മനസ്സിൽ പൂർണ്ണ തൃപ്തി വരാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളിലും ഒരു ഹിക്മത്തുണ്ട്, ജ്ഞാനമുണ്ട്. നിനക്ക് തൃപ്തിയായിട്ടില്ലെങ്കിൽ അള്ളാഹു നിനക്ക് ചിന്തിക്കാനും ബുദ്ധിയും ശേഷിയും നൽകിയിട്ടുണ്ടെന്ന് നീ തന്നെ ചോദ്യത്തിൽ സമ്മതിക്കുകയുണ്ടായി. അതിനാൽ നീ ചിന്തിക്കുകയും ആലോചിക്കുകയും വേണം. നിനക്ക് തൃപ്തി വരാത്ത വിഷയം എന്താണോ അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ മറ്റെവിടെയൊക്കെയാണ് കൽപ്പനകൾ ഉള്ളതെന്ന് എടുത്തു നോക്കുക. ആ ഉത്തരങ്ങൾ കൊണ്ടും നിനക്ക് തൃപ്തിയാകുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലും അതേപോലെ മതപരമായ അറിവ് ഉള്ള ആളുകളോട്, ഹദീസുകളെക്കുറിച്ച് നല്ല അറിവുള്ള ആളുകളോട്, അതുമല്ലെങ്കിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് അതിൽ ജ്ഞാനമുള്ള ആൾക്കാരോട് നിനക്ക് ചോദിക്കാം. നിനക്കുള്ള ചോദ്യം അവരോട് ചോദിക്കുക. ഏത് കൽപ്പനയിലാണ് നിനക്ക് സംശയമുള്ളത്? അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഞാൻ സ്വയം കുറച്ചുകൂടി വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിലും ചിലപ്പോഴൊക്കെ ഹിജാബ്, അതായത് പർദ്ദ സംബന്ധിച്ച കൽപ്പനയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. തങ്ങളുടെ രൂപവും സൗന്ദര്യവും മറ്റുള്ളവർക്ക് കാണണമെന്ന് മിക്ക പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ആഗ്രഹമുണ്ടാകാറുണ്ട്. അള്ളാഹു തആല പറയുന്നു, അതെ, ഇതൊരു സ്വാഭാവികമായ കാര്യമാണ്, നിനക്കത് പ്രകടിപ്പിക്കാം. എന്നാൽ ഒരു വിവാഹിതയായ സ്ത്രീ തൻ്റെ സൗന്ദര്യം ഭർത്താവിന് മുന്നിലാണ് കാണിക്കേണ്ടത്. പൊതുവെ സ്ത്രീകൾ മാത്രം ഉള്ള പർദ്ദ ആവശ്യമില്ലാത്തതുമായ ഒരു അന്തരീക്ഷത്തിൽ പെൺകുട്ടികൾക്ക് തങ്ങളുടെ സൗന്ദര്യം വെളിപ്പെടുത്താം. എന്നാൽ നിങ്ങളുടെ സൗന്ദര്യം നീ പുറത്ത് പ്രദർശിപ്പിച്ചാൽ അത് സമൂഹത്തിൽ അധാർമികത പടരാൻ കാരണമാകും. ഒരു പുരുഷൻ്റെ മാനസികാവസ്ഥ എങ്ങനെയുള്ളതാണെന്ന് മറ്റാർക്കും അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പ്രവാചകന്മാരുടെ ഭാര്യമാരോട് പോലും കൽപ്പിച്ചിരിക്കുന്നത്, ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ അല്പം കർക്കശമായി ഗൗരവമുള്ള സ്വരത്തിൽ സംസാരിക്കുക. അതിലൂടെ നിന്റെ മൃദുലമായ സ്വരം അവൻ്റെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഉണ്ടാക്കാൻ ഇടയുണ്ട്. ഇതിനർത്ഥം അള്ളാഹു തആല പുരുഷന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുകയാണ് ഇവിടെ. അള്ളാഹു അവരെ സൃഷ്ടിച്ചപ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവം എന്താണെന്ന് അവൻ അറിയാമായിരുന്നു. അതിനാൽ ഹിജാബ് എന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. മുമ്പ് ഹിജാബിനെ കുറിച്ച് ഇത്ര വലിയ കർശനമായ നിയമമൊന്നും ഉണ്ടായിരുന്നില്ല. മദീനയിൽ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള കർശനമായ നിയമം ഉണ്ടായത്. ഒരു സ്ത്രീ ഒരു കടക്കാരൻ്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു മദീനയിൽ. ഒരു ജൂതൻ വന്ന് അവൾ ധരിച്ച തട്ടമോ വസ്ത്രമോ അത് ഒരു കുളത്തിൽ കുടുക്കി അല്ലെങ്കിൽ കെട്ടിവെച്ചു. അവൾ എഴുന്നേറ്റപ്പോൾ അവളുടെ നഗ്നത വെളിപ്പെട്ടു. ഇതിനെ ചൊല്ലി അവിടെ വലിയൊരു തർക്കവും വഴക്കുമുണ്ടായി. മുസ്ലിങ്ങളും മറുവിഭാഗവും തമ്മിൽ തല്ലുണ്ടാവുകയും അത് രക്തച്ചൊരിച്ചിലേക്ക് നയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അള്ളാഹു തആല ഇതിനുള്ള കൽപ്പന നൽകിയത്. ആരാണ് മുസ്ലിം, ആരാണ് മുസ്ലിം അല്ലാത്തത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ജൂതന്മാർ പറയുകയുണ്ടായി. അവൾ തൻ്റെ പരിശുദ്ധിയും പവിത്രതയും ഇത്രയധികം കാത്തു സൂക്ഷിക്കുന്നവളാണെന്നും ഭക്തയാണെന്നും ഞങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാനാണ്? അവൾ ഒരു സാധാരണ സ്ത്രീയാണെന്ന് ഞങ്ങൾ കരുതി. മറ്റുള്ളവരോട് തമാശ കാണിക്കുന്നത് പോലെ അവരോട് ഞങ്ങൾ തമാശ കാണിച്ചു എന്നാണ് അവർ പറഞ്ഞത്. ഇതിന്മേലാണ് അള്ളാഹു തആല പ്രഖ്യാപിച്ചത്, തിരിച്ചറിയപ്പെടാൻ വേണ്ടി നിങ്ങൾ പർദ്ദ ധരിക്കുക, ഹിജാബ് പാലിക്കുകയും വേണം. അതിലൂടെ നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള അനുചിതമായ തമാശകൾ കാണിക്കാൻ ഒരു പുരുഷനും ധൈര്യം വരികയില്ല.
അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പശ്ചാത്തലം ഇതാണ്: നിങ്ങളുടെ പവിത്രത നിലനിർത്തപ്പെടാനും പുരുഷന്മാരുടെ ശ്രദ്ധ തെറ്റായ കാര്യങ്ങളിലേക്ക് തിരിയാതിരിക്കാനുമാണിത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പ്രവാചകൻ്റെ ഭാര്യമാർക്ക് പോലും പുരുഷന്മാരോട് മൃദുലമായി സംസാരിക്കരുതെന്ന് കൽപ്പന നൽകിയിരിക്കുന്നു. കാരണം ഒരു സ്ത്രീ തങ്ങളോട് അല്പമെങ്കിലും മൃദുവായി സംസാരിച്ചാൽ അവൾ തങ്ങളുടെ വലയിലായി എന്ന് ചില പുരുഷന്മാർ ചിന്തിക്കുന്നു. ചില പുരുഷന്മാർ സ്ത്രീകളെ വെറും കളിപ്പാവകളായിട്ടാണ് കാണുന്നത്. അതിനാൽ അള്ളാഹു തആല നിങ്ങളുടെ സുരക്ഷയ്ക്കായി ഹിജാബ് കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് ഹിജാബ്? ഹിജാബ് എന്നാൽ പർദ്ദ, മറ എന്നാണ് അർത്ഥം. പർദ്ദ എന്നാൽ മുഖം മറക്കുക എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്, നിങ്ങളുടെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് പർദ്ദയുടെ അർത്ഥം. തല മറക്കുക, സ്ത്രീയുടെ ശരീര വടിവം സൗന്ദര്യമോ വെളിപ്പെടാത്ത രീതിയിൽ കാര്യങ്ങൾ മറച്ചു പിടിക്കുക എന്നിവയാണ്. മറ്റാർക്കും തെറ്റായ ചിന്തകൾ ഉണ്ടാകാനോ തെറ്റായ പ്രവർത്തികൾ ചെയ്യാനോ ധൈര്യം വരാതിരിക്കാൻ വേണ്ടിയാണിത്. അതിനാൽ ഇത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഉള്ളതാണ്. മാതാപിതാക്കൾ സ്വന്തം ദാമ്പത്യ ജീവിതത്തിൽ നല്ലൊരു മാതൃക കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു വിവാഹാലോചനയുടെ കാര്യത്തിൽ അവരുടെ അഭിപ്രായത്തെ ഒരു ആൺകുട്ടിയോ പെൺകുട്ടി എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നിന്റെ ചോദ്യം വളരെ ന്യായമാണ്. ആളുകൾ സ്വയം ശരിയായ രീതിയിൽ ജീവിക്കുന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ എങ്ങനെ ഉപദേശിക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് ഇസ്ലാമി അധ്യാപനം അനുസരിച്ച് ഒരു പെൺകുട്ടിക്ക് വിവാഹാലോചന വരുമ്പോൾ അവൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണുള്ളത്. ആലോചന അയച്ച വ്യക്തി അനുയോജ്യനാണോ അല്ലയോ എന്നും ഭാവിയിൽ അയാൾ ആത്മാർത്ഥതയുള്ളവനായിരിക്കുമോ എന്നും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇസ്തിഖാറ പ്രാർത്ഥന ഉള്ളത്. അള്ളാഹുവെ, ഈ ആലോചന എനിക്ക് നല്ലതാണെങ്കിൽ ഇതിലേക്ക് എൻ്റെ മനസ്സിൽ ഒരു താല്പര്യവും ആകർഷണവും ഉണ്ടാക്കണമേ. ഇനി ഇത് എനിക്ക് നല്ലതല്ലെങ്കിൽ എന്നെ ഇതിൽ നിന്നും അകറ്റുകയും ഇത് അവസാനിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്യണമേ. പല പെൺകുട്ടികളും എൻ്റെ അടുക്കൽ വരാറുണ്ട്. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിനക്ക് തൃപ്തിയില്ലെങ്കിൽ നിൻ്റെ മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും ഇതിലേക്ക് മുതിരരുത്. നിനക്ക് തൃപ്തിയുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക. ചിലപ്പോൾ മാതാപിതാക്കൾക്ക് താല്പര്യമില്ലെങ്കിലും പെൺകുട്ടികൾക്ക് താല്പര്യമുണ്ടാകും, ഒരുപക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട്. എന്നാൽ അത് വെറുമൊരു വൈകാരികമായ അടുപ്പം മാത്രമാണെങ്കിൽ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കരുത്. വൈകാരികമായ തീരുമാനങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പിന്നീട് ഭാവിയിൽ ദോഷം ചെയ്യും. പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ വികാരങ്ങൾക്ക് അടിപ്പെടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പിന്നീട് ആ വികാരങ്ങൾ എപ്പോഴും നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. ചിലപ്പോൾ ആ വികാരങ്ങൾ കാലക്രമേണ ഇല്ലാതാകും. പിന്നീട് തർക്കങ്ങളും വഴക്കുകളും ആരംഭിക്കുകയും ഒടുവിൽ അവർ വിവാഹമോചനത്തിൽ എത്തുകയും ചെയ്യുന്നു. ഇവിടെ യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലും അല്ലെങ്കിൽ വികസിത രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇടങ്ങളിലും ആൺകുട്ടികളും പെൺകുട്ടികളും സാധാരണയായി സ്വന്തം പങ്കാളികളെ സ്വയം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും 70% ബന്ധങ്ങളും 2 വർഷം, 4 വർഷം, 10 വർഷം അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ വിവാഹമോചനത്തിലാണ് കലാശിക്കുന്നത്. സ്വന്തമായി ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയതുകൊണ്ട് മാത്രം അത് വളരെ വിജയകരമായ ഒരു വിവാഹമായി കൊള്ളണമെന്നില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. അള്ളാഹു തആല മുസ്ലിങ്ങളായ നമുക്ക് നൽകിയ ഒരു അനുഗ്രഹം, ആ ആലോചന നമുക്ക് അനുയോജ്യമാക്കി തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. വിവാഹ പ്രക്രിയയിലൂടെ ഇടനീളം വിവാഹ സമയത്ത് പോലും പ്രാർത്ഥന തുടരുക. അള്ളാഹുമായി ഒരു ബന്ധം വളർത്തിയെടുക്കുക. നമ്മുടെ പ്രാഥമിക ലക്ഷ്യം അള്ളാഹുമായി ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ്, വെറും വിവാഹം കഴിക്കുക എന്നതല്ലല്ലോ. അള്ളാഹുമായിട്ടുള്ള ബന്ധം നിശ്ചിതമാക്കിക്കൊണ്ട് അവനോട് പറയുക, വിവാഹം എന്നതിൻ്റെ കൽപ്പനയായതുകൊണ്ട് ഞാൻ ഈ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു. ഇനി എൻ്റെ വിവാഹ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ. എന്നാൽ നിൻ്റെ മനസ്സിൽ വ്യക്തമായ ഒരു വിരക്തിയാണ് തോന്നുന്നതെങ്കിൽ നിൻ്റെ മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് നീ പറയണം. പെൺകുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്, ആൺകുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്ത്രീകളോട് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവാഹത്തിന് ശേഷം പോലും ഹുല്ല അല്ലെങ്കിൽ പിരിവിൻ്റെ ചോദ്യം വരുമ്പോൾ ഒരു സ്ത്രീ വന്ന് പറഞ്ഞതായി ഒരു ഹദീസിൽ വരുന്നുണ്ട്, ഞാൻ ഈ വ്യക്തിയെ വിവാഹം കഴിച്ചതാണ്, പക്ഷേ എനിക്ക് അയാളെ ഇഷ്ടമില്ല. ഒരു പക്ഷേ അവളുടെ മാതാപിതാക്കൾ അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതായിരിക്കാം. എനിക്കവരിൽ നിന്ന് ഹുല വേണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, എന്നാൽ നിനക്ക് മഹർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ നൽകേണ്ടി വരും. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ആ പണമുണ്ട്, അതിൻ്റെ ഇരട്ടി വേണമെങ്കിൽ ഞാൻ തിരിച്ചു നൽകാം. എന്നെ ഈ ബന്ധത്തിൽ നിന്നൊന്ന് വേർപിരിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, അങ്ങനെ ഹുല അനുവദിക്കപ്പെട്ടു. അതുകൊണ്ട് ഇസ്ലാം പെൺകുട്ടികൾക്ക് ഈ അവകാശം നൽകുന്നുണ്ട്. അത് നിങ്ങൾക്കുമുണ്ട്. ഈ വിവാഹബന്ധം ദീർഘമായ നിലനിൽക്കുന്നതിന് വേണ്ടി ആൺകുട്ടികൾക്കും ആലോചിച്ചുറച്ചും പ്രാർത്ഥനയോടെയും വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ അവകാശമുണ്ട്. ആളുകൾ നിക്കാഹ് നടത്തിത്തരാൻ എൻ്റെ അടുക്കൽ വരാറുണ്ട്. വിവാഹ സമയത്ത് അവരുടെ ബന്ധം ശക്തമായിരിക്കാനും അവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാകാനും അവരുടെ ബന്ധം കേവലം വ്യക്തമായ താല്പര്യങ്ങൾ മാത്രമാകാതിരിക്കാനും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിവാഹം അന്വേഷിക്കുമ്പോൾ
ഒരു വ്യക്തിയുടെ നീ നോക്കുക. ലൗകിക കാര്യങ്ങളിലോ ഭൗതികമായ സമ്പത്തിലോ കുടുംബ പശ്ചാത്തലത്തിലോ അല്ല നിങ്ങൾ നോക്കേണ്ടത്. പകരം ആ വ്യക്തിക്ക് ദീനുണ്ടോ എന്നും അള്ളാഹുമായി ബന്ധമുണ്ടോ എന്നും നോക്കുക. ആൺകുട്ടിയും പെൺകുട്ടിയും ദീനിന് മുൻഗണന നൽകുകയാണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സ്വഭാവത്തിൽ പരസ്പരം ഒത്തുപോകും. ഇല്ല, ഞങ്ങൾ വിശ്വാസത്തിൽ മാർഗമാണ് തിരഞ്ഞെടുക്കുന്ന ആഗ്രഹിക്കുന്നത് എന്ന് അവരോട് പറയുക. വിവാഹശേഷം ഭാര്യ ജോലി ചെയ്യണമെന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഭാര്യയ്ക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഭാര്യ വിദ്യാസമ്പന്നയും ഏതെങ്കിലും പ്രത്യേക തൊഴിൽ വൈദഗ്ധ്യമുള്ളവളുമാണെങ്കിൽ പലപ്പോഴും ജോലി ചെയ്യുക എന്നത് അവളുടെ സ്വന്തം ആഗ്രഹമായിരിക്കും. എന്നാൽ അവൾ വിവാഹം കഴിക്കുന്ന പുരുഷൻ പണത്തിൻ്റെ അത്യാഗ്രഹിയാണെങ്കിൽ അവൾ അവനോട് പറയണം, ഞാൻ ജോലി ചെയ്താലും നിനക്കൊരു പൈസ പോലും ഞാൻ നൽകുന്നതല്ല. ഞാൻ സമ്പാദിക്കുന്നത് എന്തും എനിക്കുള്ളതാണ്. ഒരു പൈസ പോലും നിനക്ക് കിട്ടില്ല. ഞാൻ സമ്പാദിക്കുന്നത് എൻ്റേത് മാത്രമായിരിക്കും. രണ്ടാമതായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം എന്നത് നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒന്നല്ല. വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ ഭർത്താവ് നിൻ്റെ ചെലവുകൾ നോക്കിക്കൊള്ളണം എന്ന് നിബന്ധന വെക്കണം. വിവാഹത്തിനു മുമ്പ് തന്നെ സ്ത്രീ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ ജോലി തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഭാവി ഭർത്താവിനോടും അവൻ്റെ കുടുംബത്തോടും വ്യക്തമാക്കണം. ജോലി ചെയ്യാൻ അവൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവൾ വ്യക്തമായി പറയണം, എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗവും ഞാൻ നിനക്ക് തരില്ല. വീട്ടുജോലികളുടെ ഉത്തരവാദിത്തം നിനക്കായിരിക്കും. ഈ നിബന്ധന അംഗീകരിക്കുകയാണെങ്കിൽ ഈ ആലോചന സ്വീകാര്യമാണ്. ഇസ്ലാം ഇതിൽ എത്രത്തോളം അനുവാദം നൽകുന്നുണ്ട്? ഇസ്ലാമിൽ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതുന്നു, ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ പുരുഷൻ രണ്ടാമതൊരു വിവാഹം കഴിക്കില്ല എന്ന നിബന്ധന വെക്കാവുന്നതാണ്. അവൻ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ എന്തായാലും ആ നിബന്ധന പാലിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. ഇസ്ലാമിക അധ്യാപനം ഉണ്ടെങ്കിൽ തന്നെയും ഇസ്ലാം അത്രത്തോളം അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ സമ്പാദ്യത്തെക്കുറിച്ച് നിബന്ധന വെക്കുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. തീർച്ചയായും നിനക്ക് വ്യക്തിപരമായി പണം സമ്പാദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പണം സമ്പാദിക്കുക. എന്നാൽ ഒരു സ്ത്രീയുടെ പ്രാഥമിക ഉത്തരവാദിത്തം കുട്ടികളുടെ വളർത്തലാണ്. അവർ വീട് കൈകാര്യം ചെയ്യുകയും കുടുംബത്തെ പരിപാലിക്കുകയും വേണം. കാരണം അവൾ വീടിൻ്റെ സംരക്ഷകയാണ്. കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഉത്തരവാദിത്തം അവൾക്കാണ്. അവൾ നല്ലൊരു പ്രൊഫഷണലാണെങ്കിൽ, അതായത് ഡോക്ടറോ അല്ലെങ്കിൽ ഈ മനുഷ്യരാശിക്ക് സേവനം ചെയ്യുന്ന ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്നവളാണെങ്കിൽ അവൾക്ക് ജോലി ചെയ്യാം. എന്നാൽ ഭർത്താവ് അവളുടെ വരുമാനത്തെ അത്യാഗ്രഹത്തോടെയും സ്വാർത്ഥതയോടെയും നോക്കാൻ പാടില്ല. അവൻ അങ്ങനെ ചെയ്താൽ അത് ആത്മാർത്ഥതയില്ലാത്തവരായി മാറുന്നതാണ്. അതേസമയം ഇതിൻ്റെ അർത്ഥം വീട്ടിൽ പോയി ചർച്ച ചെയ്യണമെന്നുള്ളതല്ല, തർക്കിക്കണമെന്നുള്ളതല്ല. മറ്റുള്ളവരുടെ തെറ്റുകളും ബലഹീനതകളും പറഞ്ഞു നടക്കുന്നത് തെറ്റാണ്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരുടെ പെരുമാറ്റം കാരണം നമുക്ക് പ്രയാസമുണ്ടാകുന്നു. ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് മറ്റാരെയോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ഭാരം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഈ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു സംഭാഷണം എപ്പോഴാണ് പരദൂഷണമാകുന്നത്? യഥാർത്ഥത്തിൽ പരദൂഷണം എന്നാൽ നിങ്ങൾ ഒരാളുടെ കുറവുകൾ പ്രചരിപ്പിക്കുകയും ആ വ്യക്തി അതറിഞ്ഞ് വിഷമിക്കുകയും പിന്നീട് അവൾ നിങ്ങളെ വന്ന് നേരിടുകയും ചെയ്യുമ്പോഴാണ്. അത് സമൂഹത്തിൽ അശാന്തിക്ക് കാരണമാകുന്നു. നമ്മൾ സമൂഹത്തിൽ അശാന്തി, കുഴപ്പം പടർത്തരുത്. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നതായിരിക്കണം. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ നന്നാക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യപടി ആ വ്യക്തിയെ നേരിട്ട് കണ്ട് അവർ ചെയ്ത കാര്യം നിങ്ങളെ വേദനിപ്പിച്ചു എന്നറിയിക്കുക എന്നതാണ്. നിങ്ങൾ അത് സംസാരിക്കണം. ആ വ്യക്തി കടുംപിടുത്തക്കാരനാണെങ്കിലോ അല്ലെങ്കിൽ ശത്രുതയോടെയാണ് നിങ്ങളെ വേദനിപ്പിച്ചതെങ്കിലോ അവരുടെ കുറവുകളും ബലഹീനതകളും നിങ്ങൾ ആർക്ക് അറിയാമെങ്കിൽ അവൾ അത് മറ്റുള്ളവരോട് പറയില്ല എന്ന ഉറപ്പിലും വിശ്വാസത്തിലും ഒരു അടുത്ത സുഹൃത്തിനോട് നിങ്ങൾക്കത് പങ്കുവെക്കാം. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരം ലഘൂകരിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സംബന്ധമായി ഭാരവാഹികളെ വിവരം അറിയിക്കാം. അതല്ലെങ്കിൽ ഖലീഫയ്ക്ക് നിങ്ങൾ കത്തെഴുതാം. ഒരാൾ നിങ്ങളെക്കുറിച്ച് വ്യാജമായ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ വല്ലാത്ത വേദനിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സമൂഹത്തിൽ എൻ്റെ പ്രതിച്ഛായ തകർത്തിരിക്കുന്നെന്ന് പറയും. അള്ളാഹു അതിനെ വിലക്കിയിട്ടുള്ളതുമാണ്. ഇത് തെറ്റായ കാര്യമാണ്. അതിനുവേണ്ടി ഞങ്ങൾ അവരെ ഇസ്ലാം വരുത്തണം. അപ്പോൾ ജമാഅത്തിൻ്റെ ഈ നിസാമാണ് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത്. എന്നെങ്കിൽ നിങ്ങളും ആരെങ്കിലും നിങ്ങളെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റായ കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് കുറിച്ച് നിങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ പരസ്പരം വഴക്കാണ് ഉണ്ടായിത്തീരുക എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഈ കുഴപ്പം വളരുകയും പടരുകയും ചെയ്യും. നിങ്ങളോടൊപ്പം നിങ്ങളെ സഹായിക്കുന്ന ആളുകളുണ്ടായിരിക്കും, അതേപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. കുഴപ്പങ്ങൾ പടരുകയാണ് ചെയ്യുക. തീർച്ചയായും ഇവിടെ സമാധാനം ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഫിസാദ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക. അതുകൊണ്ട്
കുഴപ്പങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാൻ വേണ്ടി ഇതിനുള്ള മാർഗം നിങ്ങൾ അറിയേണ്ടതായിട്ട് നിങ്ങൾക്ക് വരും എന്ന് ഹൃദയത്തിൻ്റെ വിഷമം മാറ്റുന്നതിന് വേണ്ടി നിങ്ങളോട് നിങ്ങൾക്ക് കൂറ് പുലർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മറ്റുള്ളവരോട് പ്രചരിപ്പിക്കില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അവരോട് പറയാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്. അത് പറയേണ്ടതാണ്, കുഴപ്പമുണ്ടാക്കാനല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം കുറക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ആ വ്യക്തിയോടാണ് ആദ്യം കാര്യം പറയേണ്ടത്. ആ വ്യക്തി ശത്രുതയോടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ജമാഅത്തിനോട് നിങ്ങൾ പറയാവുന്നതാണ്. ജീവിതത്തിൽ മാനസിക സമ്മർദ്ദങ്ങൾ കാരണം ഒരു വ്യക്തി ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നതായി തോന്നുകയും യഥാർത്ഥത്തിൽ നമസ്കരിക്കാൻ പോലും കഠിനമായിരിക്കുന്ന പ്രയാസം അവർക്ക് നേരിടുമ്പോൾ, അങ്ങനെ ആ ആത്മീയതയിലേക്ക് വരാനുള്ള ഈ ശക്തി കൈവരിക്കാൻ എന്ത് ചെയ്യേണ്ടതാണ്? നിങ്ങളൊക്കെ യുവതികളല്ലേ, നിങ്ങൾക്ക് ധൈര്യം സംഭരിക്കേണ്ടതാണ്. നിങ്ങൾ ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. ചെറിയ കാര്യങ്ങളെ വലിയ പ്രശ്നങ്ങളാക്കരുത്. ചിലപ്പോൾ വീട്ടിലെ, സമൂഹത്തിലെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അന്തരീക്ഷം കാരണമായിട്ടും ചിലപ്പോൾ വിഷമം കാരണത്താൽ വിഷാദത്തിലേക്ക് വീണു പോകാറുണ്ട്. അത് അമിതമായ ചിന്തയുടെ ലക്ഷണങ്ങളാണ്. അത്രത്തോളം ആഴത്തിൽ ചിന്തിക്കുകയും അത്രത്തോളം നിങ്ങൾ അതിലേക്ക് താണു പോകുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, ദുരൂദ് ഷരീഫ്, സലാത്ത് ചൊല്ലുക, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലുക. കൂടുതലായി അള്ളാഹുവിനോട് നമസ്കാരത്തിൽ സുജൂദ് ചെയ്യുക. അള്ളാഹുവേ, നിന്നോടാണ് എനിക്ക് ചോദിക്കാനുള്ളതും, എനിക്ക് നീ എന്താണ് നൽകുന്നത് വരെ ഞാൻ ഇവിടെ നിന്നും പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് സമാധാനം ഹൃദയത്തിൽ ഇട്ടു തരുന്നതായിരിക്കും. ഇന്നലെ തന്നെ ഒരു കത്ത് വരികയുണ്ടായി. തൻ്റെ സഹോദരനോ സഹോദരിയോ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് എനിക്ക് കത്തെഴുതുകയുണ്ടായി. ഒരുപക്ഷെ ആ ബന്ധുവിന് സുഖമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി സുജൂദിൽ വീഴുകയും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ലെന്നും അദ്ദേഹം എഴുതി. 2-3 മണിക്കൂറോളം ശേഷം അസാധ്യമായി തോന്നിയ ആ കാര്യം സംഭവിക്കുകയുണ്ടായി. പിതാവ് അവളോട് പറഞ്ഞു, സുഖമില്ലാതിരുന്ന അവളുടെ സഹോദരൻ അല്ലെങ്കിൽ ആ ബന്ധു സുഖം പ്രാപിച്ചുവെന്നും അവളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അവൾക്ക് പ്രാർത്ഥന അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. അതിനാൽ ചിലപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അള്ളാഹു തആലയുടെ പിന്നിൽ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ്. അള്ളാഹുവിനോട് പറയുക, എനിക്ക് നിന്നോട് മാത്രമേ സഹായം ചോദിക്കാൻ കഴിയും. ഈ ലോകത്ത് എനിക്ക് വേറെ ആരുമില്ല. എല്ലാ ശക്തിയും അള്ളാഹുവിനാണുള്ളത്. അപ്പോൾ പൊതുവിൽ നമ്മൾ പറയാറുള്ളത് വാശി പിടിക്കുക എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ സ്ഥിരചിത്തതയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടതാണ്. അള്ളാഹു, നീ അല്ലാതെ മറ്റാരും തന്നെ ഇല്ല. ഞാൻ നിൻ്റെ സവിധം വിട്ടുകൊണ്ട് ഞാൻ എവിടെ പോകാനാണ് അള്ളാഹുവേ? അതിൻ്റെ സമാധാനം ഞാൻ എവിടെയാണ് കണ്ടെത്തുക? അള്ളാഹുവിൻ്റെ ദർബാറല്ലാതെ മറ്റൊരു ദർബാർ നമുക്കില്ല. ഞാൻ വസിയത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ സമീപം കരസ്ഥമാക്കുന്നതിന് വേണ്ടി. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ദീനീപരമായിട്ട് ഞാൻ ശക്തി പ്രാപിച്ചിട്ടില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ ഞാൻ ഈ വസിയത്ത് ചെയ്യണോ? അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഇസ്ലാം നടത്തുകയും ചെയ്യണം. അതല്ലെങ്കിൽ ഞാൻ ഇസ്ലാം വന്നതിന് ശേഷമാണോ വസിയത്ത് ചെയ്യേണ്ടത്? വസിയത്തിൻ്റെ തയ്യാറി എങ്ങനെയാണ് നടത്തേണ്ടത്? വസിയത്ത് എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ? ആ പുസ്തകം 2-3 പ്രാവശ്യം നീ വായിക്കുക. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അതിൽ പറയുന്നുണ്ട്. അതിലൊന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഖിലാഫത്തുമായിട്ട് നീ ബന്ധം സ്ഥാപിക്കുക, അള്ളാഹുവിൻ്റെ ആരാധിക്കുക. ഈ ഒരു ദൃഢവിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ളതും, അള്ളാഹുവാണ് ഈ ജമാഅത്തിന് തുടക്കം കുറിച്ചതെന്നും അതുപോലെ തന്നെ ഇതിന് വിജയം നൽകുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. തഖ്വയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. അതിൽ നമസ്കാരം നിർബന്ധമായി അനുഷ്ഠിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിൽ, അതെങ്ങനെ നിങ്ങൾ വസിയത്ത് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ചിന്ത വരെ ഞാൻ വസിയത്ത് വന്നിട്ടുണ്ട്, ഇതിനേക്കാൾ നല്ല വ്യക്തിയായി തീരേണ്ടതാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കേണ്ടതാണ്, എൻ്റെ സ്വഭാവം നന്നാക്കേണ്ടതാണ്. ഇങ്ങനൊരു ചിന്ത ഉണ്ടാകുമ്പോൾ നന്മയിലേക്ക് നീ പോകുന്നതാണ്. വസിയത്ത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് കാരണമായി തീരാറുണ്ട്. ഇസ്ലാമിന് വന്നിട്ടില്ല, സംസ്കരണം വന്നിട്ടില്ല, വസിയത്ത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. പിന്നീട് തെറ്റായ ചിന്ത നിനക്ക് വരുമ്പോൾ അപ്പോൾ പറയും, ഞാൻ വസിയത്തും ചെയ്തിട്ടില്ലല്ലോ. എന്തെങ്കിലും തെറ്റായ ചിന്ത വരുമ്പോൾ പ്രശ്നമില്ല എന്ന് കരുതിക്കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നതാണ്. വസിയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വസിയത്ത് ചെയ്ത വ്യക്തിയാണ്, അതുകൊണ്ട് തെറ്റായ കാര്യങ്ങളൊക്കെ ഞാൻ പോകാൻ പാടില്ല എന്നുള്ള ചിന്ത നമുക്ക് വരും. അതുകൊണ്ട് ചിന്തിച്ച് നിനക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കുന്നതാണ്. അടിസ്ഥാനം ഇതാണ്. പുണ്യമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് നമ്മൾ ഗമിക്കേണ്ടതാണ്. അപ്പോൾ നിനക്ക് നന്മ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ചില ബന്ധങ്ങളിൽ ഭാവി ഭർത്താവോ ഭാര്യയോ അവരുടെ ബന്ധുക്കളോ അഹങ്കാരം കാണിക്കാറുണ്ടെന്ന് അവർ മാറാൻ തയ്യാറാകുന്നില്ല. അത്തരം സാഹചര്യത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ അവളോട് പറഞ്ഞത്, ആദ്യം ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ഇത് നല്ലതാണെങ്കിൽ ബന്ധം അത് നടത്തിത്തരാൻ വേണ്ടി ദുആ ചെയ്യുക. അതല്ലെങ്കിൽ ഈഗോ എന്താണ്, അത് പാടില്ല.
അത് ഇതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടതാണ്. അതായത് കൊടുക്കൽ വാങ്ങൽ എന്നുള്ള രീതിയിൽ നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടതാണ്. അവർക്ക് ആയിരിക്കണം ഞാൻ ഇതിൻ്റെ കടമകൾ നിറവേറ്റേണ്ടതാണ്, നിങ്ങൾക്കും അറിയണം എൻ്റെ കടമകൾ ഞാനും നിറവേറ്റേണ്ടതാണ്. അപ്പോൾ വിവാഹശേഷം ആളുകൾ അടുക്കൽ ഉപദേശത്തിന് വേണ്ടി വരാറുണ്ട്. ഞങ്ങളോട് പറയാനുള്ളത് ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ്. നിങ്ങൾക്കും ബലഹീനതകളിലുണ്ട്, അതുപോലെ ആൺകുട്ടികളിലും ബലഹീനതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ കണ്ണ് പൂട്ടി വെക്കുക, അതുപോലെ തന്നെ കേൾക്കാൻ വേണ്ടി ചെവി മൂടി വെക്കുക, അത് സംസാരിക്കാൻ വേണ്ടി നീ അടക്കി വെക്കുക, വായ അടക്കി വെക്കുക. ഈ 3 കാര്യങ്ങളും സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇതാണ് ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അഹങ്കാരവും ഇല്ലാതായിത്തീരുന്നതാണ്. ഏറ്റവും വലിയ ശക്തി പ്രഭാവൻ അള്ളാഹു ആകുന്നു. നമുക്ക് വലിയ കഴിവൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് നമുക്ക് അഹങ്കാരം ഉണ്ടായിത്തീരുക? അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വിനയത്തെ സംബന്ധിച്ച് ഖുത്ബ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കേൾക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവർക്കും കേണിച്ചു കൊടുക്കുക, അവരുടെ കുടുംബക്കാർക്ക് നിങ്ങൾ കേണിച്ചു കൊടുക്കുക, അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അത് തന്നെ കേൾപ്പിച്ചു കൊടുക്കുക. കാരണം വിനയം നിങ്ങൾക്ക് കൈക്കൊള്ളുക. ഞാൻ എല്ലാ സംഭവങ്ങളും കേൾപ്പിക്കുന്നില്ല, ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഞാൻ ഖുത്ബയിൽ കേൾപ്പിക്കുന്നത്. അത് നിങ്ങളും കേൾക്കേണ്ടതാണ്, വിനയം വേണ്ടതാണ്. AI-യിൽ അമിത ഉപയോഗം, അതേപോലെ തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങൾ വിരുദ്ധമായ ബന്ധങ്ങളും ബേപ്പിംഗ് പോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് യുവതികൾക്ക് എങ്ങനെയാണ് വിട്ടുനിൽക്കാൻ സാധിക്കും? ഇതെല്ലാം തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ലേ? തീ കത്തുന്നത് നിങ്ങൾ കാണുന്നില്ല, അപ്പോൾ ആ തീയിൽ നിങ്ങൾ കൈയിടുമോ? ഇല്ലല്ലോ. എന്നാൽ തെറ്റായ രീതിയിലും പെട്ടുപോയാലോ പെട്ടെന്ന് നമ്മൾ വേഗം വലിക്കില്ലേ, അത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. ഇത് തീയാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ തീയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇടുന്നത്? തെറ്റായ രീതിയിൽ പോയി കഴിഞ്ഞാൽ തന്നെയും അള്ളാഹുവിനോട് ബന്ധമില്ലാത്ത കാരണത്താലാണ് നമ്മൾ പോകുന്നത്. 5 നേരം നമസ്കരിക്കുക, ഡിസിപ്ലിൻ ജീവിതത്തിൽ കൊണ്ടുവരിക, അള്ളാഹുവിലേക്ക് ശ്രദ്ധ ഉണ്ടാകുമ്പോൾ നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ഉണ്ടാക്കും, ഏതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും, നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടാകും ജീവിതത്തിൽ. വെറും AI-യിൽ ഇരുന്നു കൊണ്ട് ഐപാഡിലോ അതല്ലെങ്കിൽ മറ്റേ ആൻഡ്രോയിഡിലോ ഐഫോണിലോ സെൽഫോണിലോ ഇരുന്നിട്ട് എപ്പോഴും തന്നെ എന്തെങ്കിലും അനാവശ്യമായിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ആയിരിക്കില്ല നമ്മൾ ലക്ഷ്യം. നമ്മൾ AI-യെക്കുറിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒരിക്കലും ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഒരിക്കലും ഹദീസിൽ ഈ കാര്യമാണുള്ളത്, നിങ്ങൾ ഈ തന്നത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ AI പറയുകയുണ്ടായി, നീ പറഞ്ഞത് ശരിയാണ്, അതായത് എനിക്ക് നൽകിയിരിക്കുന്ന അറിവനുസരിച്ചോണം ഞാൻ മറുപടി നൽകിയിരിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ മറുപടി തെറ്റാണ് എന്ന് പറയുകയുണ്ട്. അപ്പോൾ AI-യും എല്ലായ്പ്പോഴും തന്നെ ശരിയായിട്ട് ഉത്തരമല്ല നൽകുന്നത്, അതിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ പാടില്ല. ഇനി വേപ്പിങ്ങിനെ കുറിച്ചുള്ള പറയുകയാണെങ്കിൽ അത് തികച്ചും വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, വ്യക്തമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അത് ഒരു വിൽ പവർ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. നിങ്ങൾക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, അടിയുറച്ച തീരുമാനമുണ്ടെങ്കിലും, അള്ളാഹുവിനോട് ദുആയും ഉണ്ടെങ്കിലും തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ്. ആളുകൾ വിശുദ്ധ ഖുർആനെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയും ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷം മനുഷ്യന് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാമെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ഖുർആൻ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ സാധിക്കും? ചോദ്യം ഇതാണ്. 1400 വർഷം മുമ്പ് അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഇവിടെ ഇന്നും നിലനിൽപ്പില്ലേ? അതിൻ്റെ എല്ലാ പ്രതികളും ഇപ്പോഴുണ്ട്. ചില മ്യൂസിയങ്ങളിൽ 1400 വർഷം മുമ്പുള്ള ഖുർആനിൻ്റെ പ്രതികൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തുർക്കിയിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം തന്നെ ഉണ്ടല്ലോ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഓരോന്നും തന്നെ പൂർത്തിയാക്കപ്പെടുന്നുണ്ട് എന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമല്ലോ. അത് വിശുദ്ധ ഖുർആൻ്റെ വാദം തന്നെ ഇതിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അള്ളാഹുവാണ് ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയുന്നത് അവരാണല്ലോ തെളിവ് നൽകേണ്ടത്. അതല്ലാതെ അതായത് തെറ്റായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകളാണ് ഇന്ന മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ടത്. അതിനുശേഷം ഞാൻ മറുപടി പറയുന്നതാണ് എന്ന് ഞാൻ പറയുക. വിശുദ്ധ ഖുർആൻ്റെ പഴയ കാലിക്കുന്ന പ്രതികൾ യഥാർത്ഥ രൂപത്തിൽ തന്നെ ഇവിടെയുണ്ട്. അതിൻ്റെ പ്രിൻറ്റിങ് പ്രതികളും ഇവിടെ തന്നെയുണ്ട്. ഒരു കാലത്ത് പോലും അതിലൊരു മാറ്റവും തന്നെ ഉണ്ടായിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള പ്രിൻ്റ് വിശുദ്ധ ഖുർആൻ അത് തെളിയിക്കുന്നത് അതിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് എന്താണ് തെളിവുള്ളത് എന്ന് അവരോട് ചോദിക്കുക. അവരോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയേണ്ടതാണ് ഇന്നത് മാറി എന്നുള്ളത്. ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണല്ലോ അതിന് തെളിവുകൾ നൽകുക എന്നുള്ളത്. അപ്പോഴാണ് നിങ്ങൾക്ക് സത്യം തെളിയിക്കേണ്ടത്.
സത്യം വ്യക്തമാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് വിശുദ്ധ ഖുർആൻ ഉള്ളത്, അതിനു മുമ്പുള്ള കാലങ്ങളിലുള്ള വിശുദ്ധ ഖുർആൻ അതിൻ്റേതായിരിക്കുന്ന പ്രതികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോലും അതിൽ ഒരു മാറ്റങ്ങൾ വരുത്തിയതായിട്ട് ആർക്കും തന്നെ തെളിയിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ്റെ വാദമാണ് അതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയില്ല. മറ്റൊരു ഗ്രന്ഥത്തിന് അങ്ങനെ ഒരു വാദം തന്നെ ഇല്ല, ഇതിൽ മാറ്റം വരില്ല എന്നുള്ളതും. ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത് വിശുദ്ധ ഖുർആൻ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്? ഉണ്ടാകും എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ. കുട്ടികൾ പറയുകയാണ് അത് ഈ ഭക്ഷണത്തിന് എന്തോ കഴിപ്പുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ. അത് രുചിക്കുമ്പോഴല്ലേ അറിയുക. ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ജർമ്മനിയിലുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ വലിയ വലിയ ആളുകളാണ്, അവർക്കെല്ലാം അറിയാം എന്നുള്ളത്, അവർ വലിയ ബുദ്ധിമാന്മാരെന്ന് നിങ്ങളൊന്നും കരുതണ്ട. ഒരു ബുദ്ധി അവർക്കില്ല, ഒരു വിവരം അവർക്കില്ല. കാരണം അവർ നമ്മളോട് സംസാരിക്കാൻ അവർക്കറിയാൻ സാധിക്കുന്നത്. ജർമ്മനിയിലും അങ്ങനെയുള്ള സംഭവങ്ങൾ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ തന്നെ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നതും കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് സിമ്പോസിയം ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു പൊളിറ്റീഷ്യൻ സ്ത്രീയും വന്നിരുന്നു. അവർ പറയും ഞങ്ങൾക്ക് നാണമാണ്, ലജ്ജ തോന്നുന്നു. അതായത് ജർമ്മൻ സമൂഹം എന്ന് പറഞ്ഞാൽ വലിയ അറിവുള്ള ആളുകളാണെന്നാണ് പറയാറുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള അറിവ് ഞങ്ങൾക്കില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പോലെയുള്ള അറിവ് ഞങ്ങൾക്കില്ല, അത് നിങ്ങൾക്കാണ് കൂടുതൽ അറിവുള്ളത് എന്നാണ് അവർ അംഗീകരിച്ചത്. അപ്പോൾ അവർ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പദവിക്കും പ്രകടനത്തിനും മാത്രം എല്ലാ പ്രാധാന്യം നൽകുന്ന ഈ യുഗത്തിൽ ഒരാൾക്ക് എങ്ങനെ വിജയം കൈവരിക്കാൻ സാധിക്കും? പെർഫോമൻസ് ഉണ്ടാക്കുക എന്നുള്ളത് നല്ലത് തന്നെയാണ്, നന്നായി പ്രവർത്തിക്കുക എന്നത് നല്ലതാണ്. വസ്തബിക്കുൽ ഖൈറാത്ത് എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. നന്മയിൽ നിങ്ങൾ മുന്നേറുക. ഖൈറാത്ത് എന്നുള്ളത് എല്ലാം അതിൽ ഉൾപ്പെടുന്നത്. നിങ്ങളുടെ ഗുണത്തിനുള്ളത്, മനുഷ്യന് ഗുണമുള്ളത്, അറിവിന് ഗുണമുള്ളത്, അതെല്ലാത്തിനും നിങ്ങൾ മുന്നേറാവുന്നതാണ്. നിങ്ങൾ അറിവ് കരസ്ഥമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് നന്നായി തീരുന്നതാണ്. അതിൽ നിങ്ങൾ നല്ല പദവി ഉയരുന്നതാണ്. ആ പദവി വന്നാലും വിനയം കൈക്കൊള്ളുന്നതാണ്. അതായത് എനിക്ക് ആ പദവിയുണ്ട്, ഈ പദവിയില്ല, നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് അഹങ്കാരമാണ്, അത് വിനയത്തിലേക്ക് നമ്മൾ പോയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്ത മസീഹിൻ്റെയും വിനയത്തിൻ്റെ ഉദാഹരണങ്ങൾ കൽപ്പിക്കുകയുണ്ടായി. എന്നാൽ അവർ പറയുന്നത് പോലെ നിങ്ങൾക്ക് വലിയ അറിവുണ്ട് എന്ന് അവർ പറയുകയാണെങ്കിൽ അവരുടേതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക. അതായത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ സ്വയമായിട്ട് വായിക്കുക, പഠിക്കുക. അതേപോലെ തന്നെ അത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക. ആക്ഷേപം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. മതികൾ അത് നിങ്ങൾക്ക് എല്ലാ ആക്ഷേപങ്ങളും കേട്ട് കഴിഞ്ഞാൽ തന്നെയും അതിൻ്റെ മറുപടി നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആ മറുപടി നൽകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടുന്നില്ലെങ്കിൽ എത്രയോ ഇൻഫർമേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പുതിയ ടെക്നോളജികളിൽ, സോഷ്യൽ മീഡിയയിലും, അതുപോലെ നമ്മളെ വെബ്സൈറ്റ് അൽ ഇസ്ലാം വെബ്സൈറ്റ് അതിലും ഉണ്ട്. അതുപോലെ തന്നെ ജനങ്ങളോട് നിങ്ങൾ ചോദിക്കാൻ ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്താൽ മതി. അൽ ഇസ്ലാമിൽ ഖുർആനെ സംബന്ധിച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഹദീസിനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പുസ്തകങ്ങളെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെർച്ച് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമല്ല, വളരെ എളുപ്പമാക്കിയിരിക്കുകയാണ്. അത് നിങ്ങൾ ഡിഗ്രി എടുത്തുകൊണ്ട് വെറുതെ ഇരുന്നാൽ പോരാ. പെൺകുട്ടികളും അത് നിങ്ങളൊക്കെ ഉപയോഗിക്കുകയും അത് അറിവ് കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ അറിവ് നിങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അടുത്ത ദിവസം ജൂൺ 8 തീയതി അമേരിക്കയിലെ വെസ്റ്റ് ന്യൂയോർക്കിൽ നിന്നുള്ള മജ്ലിസ് അൻസാറുള്ള അംഗങ്ങൾക്ക് അമീറുൽ മുഅ്മിനീനുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഭാഗ്യം ലഭിച്ചു. കൂടിക്കാഴ്ച എല്ലാ അൻസാറുകളും സ്വയം പരിചയപ്പെടുത്താൻ അവസരം ലഭിച്ചു. കൂടാതെ തങ്ങളുടെ വിശ്വാസത്തെയും സമകാലീന വിഷയങ്ങളെയും കുറിച്ച് അമീറുൽ മുഅ്മിനീനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അമിതമായ വികാരങ്ങളുടെയും നിരന്തരമായ ശ്രദ്ധ തിരിക്കലുകളുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും മാനസിക സമ്മർദ്ദങ്ങളുടെയും കാലത്താണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കേവലം ഒരു അക്കാദമിക് അല്ലെങ്കിൽ ഔപചാരികമായ ബന്ധത്തിനപ്പുറം വിശുദ്ധ ഖുർആനുമായി സജീവവും വ്യക്തിപരവുമായി പരിവർത്തന വിധേയമാകുന്ന ബന്ധം സ്ഥാപിക്കാൻ നമുക്കെങ്ങനെ സാധിക്കും? എല്ലാ കാലഘട്ടങ്ങളിലും അന്നത്തെ സാഹചര്യങ്ങൾക്കും ജനങ്ങളുടെ ബൗദ്ധികവും ശേഷിക്കും അവരുടെ അന്തരീക്ഷത്തിനും അനുയോജ്യമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനും അല്ലെങ്കിൽ ലൗകിക കാര്യങ്ങളിലേക്ക് അവരെ ആകർഷിക്കുന്നതിനും എപ്പോഴും പല കാര്യങ്ങളും ഉണ്ടായിരുന്നു.
ഇപ്പോൾ നിങ്ങൾ അതിൽ മാനസിക സമ്മർദ്ദം എന്ന് വിളിച്ചേക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത്? ലൗകിക ആഗ്രഹങ്ങൾ വർദ്ധിച്ചതുകൊണ്ടാണ്. ഒരു വ്യക്തിയുടെ താൽപ്പര്യങ്ങൾ മാറുകയും ആ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാതെ വരികയും ചെയ്യുമ്പോൾ നിരാശ ഉണ്ടാകുന്നു. തുടർന്ന് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നിങ്ങൾ പ്രത്യേകം പരാമർശിച്ചല്ലോ. അത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അതിന് ശ്രദ്ധ തിരിക്കലുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഒരു ചോദ്യം ഇല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന നമ്മൾ എയിലേക്ക് പോകുന്നു. അത് അന്വേഷിച്ച് കിട്ടി നല്ല ഉത്തരം കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ ഞങ്ങളൊരു മതപരമായ അറിവിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു മുറബി സിൽസില അതിലൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതായത് ഹദീസിൽ ഈ നൽകിയ മറുപടിയെ സംബന്ധിച്ച് മുശറരി പറഞ്ഞു, ഹദീസ് പറഞ്ഞത് ഇതാണല്ലോ, നിങ്ങൾ പറഞ്ഞ ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് നൽകിയിരിക്കുന്ന മറുപടിയാണ് ഞാൻ നൽകുന്നത്, അതുകൊണ്ട് അത് തെറ്റാണ് ഞാൻ നൽകിയത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് എയെ പൂർണ്ണമായി ആശ്രയിക്കരുത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ താല്പര്യങ്ങൾ മുൻഗണനകളും മാറ്റം വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നെങ്കിൽ ലൈംഗിക കാര്യങ്ങളോട് അമിതമായ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് അത്തരം കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അതിലൂടെ തങ്ങൾക്ക് മനസമാധാനം ലഭിക്കുന്നു എന്ന് അവർ കരുതുന്നു. വിശുദ്ധ ഖുർആനിൽ പറയുന്ന അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെയാണ് മാനസികവും ആന്തരികവുമായ സമാധാനം കൈവരുന്നത്. നിങ്ങൾ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ്, ഹൃദയരോഗ വിദഗ്ധനാണ്. ഒരു വ്യക്തി അള്ളാഹുവിനെ സ്മരിക്കുകയും വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അള്ളാഹു തആല എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉത്തരം ഖുർആനിൽ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ വ്യാഖ്യാനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. വ്യാഖ്യാനങ്ങൾ വായിക്കുകയും അള്ളാഹു തആലയോട് സഹായം തേടുകയും ചെയ്യുക. എന്ത് പ്രശ്നമുണ്ടായാലും തനിക്ക് മാർഗ്ഗനിർദ്ദേശം നൽകാൻ അവനോട് ആവശ്യപ്പെടുക. ഡോക്ടർ അബ്ദുസ്സലാം സാഹിബിൻ്റെ ഉദാഹരണമെടുക്കുക. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ശാസ്ത്രപരമായി ബന്ധപ്പെട്ട 500-700 വാക്യങ്ങൾ ഖുർആനിൽ തനിക്ക് പ്രചോദനം നൽകിയതായും ഗവേഷണ മേഖലയിലേക്ക് തന്നെ നയിച്ചതായും അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതിനാൽ നിങ്ങൾ വിദ്യാസമ്പന്നനാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം അന്വേഷിക്കാനും കണ്ടെത്താനും കഴിയും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ തൻ്റെ 5 നേര നമസ്കാരങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിക്കുകയും അതിൽ പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രം മതിയാകും. അള്ളാഹു തആല അവരെ നയിക്കും. തന്നോട് ചോദിക്കാനും തൻ്റെ അവകാശങ്ങൾ ശരിയായി നിറവേറ്റാനും അള്ളാഹു പറയുകയും പിന്നീട് അവർ ഒന്നും നൽകാൻ വിസമ്മതിക്കുകയും ചെയ്യുക എന്നത് സാധ്യമല്ല. അള്ളാഹു പറയുന്നത്, നിങ്ങൾ ചോദിക്കുക, ഞാൻ നൽകുന്നതാണ്. എന്നാൽ നിബന്ധന എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതാണ്, എന്നിൽ വിശ്വസിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. മധ്യവയസ്സ് പ്രായത്തിൽ വിവാഹമോചനം അധികരിക്കുന്നുണ്ട് ഹുസൂർ. അപ്പോൾ അൻസാറുള്ള ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അവരെ ഞങ്ങൾ വായിക്കാൻ എന്ത് ചെയ്യേണ്ടതാണ്? മധ്യവയസ്സ് എന്ന് പറഞ്ഞാൽ 40 വയസ്സിന് ശേഷം എന്നാണ് താങ്കൾ അർത്ഥമാക്കുന്നത്? അതെ, 40 വർഷം അതിൽ നിന്ന് കൂടുതലാവും. പ്രത്യേകിച്ച് നേലെയായാൽ അതല്ലെങ്കിൽ വിവാഹമോചനം ശേഷമായാലും 40 വയസ്സിന് ശേഷം കൂടുതലും മക്കളൊക്കെ ഉണ്ടായിത്തീരുന്നു. ചിലർ വിവാഹം ബന്ധം കഴിഞ്ഞ് ഏകദേശം 10-15 വർഷം കഴിയുന്നു, അതല്ലെങ്കിൽ 20-25 വർഷം കഴിയുന്നു. സ്ത്രീകൾ പറയാറുള്ളത്, ഞങ്ങളേതായാലും കുട്ടികൾ വലുതാകുന്നത് വരെ ഞങ്ങളേതായാലും നിങ്ങളോടൊപ്പം സഹിച്ച് ജീവിച്ചു, ഇനി ഏതാ ഞങ്ങൾ വിവാഹമോചനം തേടുകയാണെന്ന് പറയാറുണ്ട്. യഥാർത്ഥ പ്രശ്നം ഈ ചോദ്യകർത്താവ് സൂചിപ്പിച്ചത് തന്നെയാണ്. ആളുകൾ അവരുടെ വിശ്വാസത്തെ മറക്കുന്നു. അവരുടെ ശ്രദ്ധ അള്ളാഹു തആലയിലേക്കില്ല. വ്യക്തിപരമായ ലൗകികവുമായ ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നു. മുൻഗണനകൾ മാറി, താല്പര്യങ്ങൾ മാറി. ഈ അവസ്ഥ ആകുമ്പോൾ ലൗകിക മനുഷ്യർക്കിടയിൽ കാണുന്ന അതേ പ്രവണത ഇവിടെയും ആരംഭിക്കുന്നു. യൂറോപ്പിലും അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ വികസിത രാജ്യങ്ങളിലുമുള്ള ലൗകിക മനുഷ്യരിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നതാണ്. അവിടെ വിവാഹമോചന നിരക്ക് വളരെ കൂടുതലാണ്. 65 മുതൽ 70% വരെ. നിങ്ങളുടെ നിരക്ക് വർദ്ധിച്ചത് അത് 20% ആയാൽ പോലും നമ്മെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഞാൻ ആദ്യമായി ആളുകളോട് ഈ പ്രശ്നത്തെക്കുറിച്ച് ശ്രദ്ധയെ തിരിച്ചപ്പോൾ അന്ന് 3-4% മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ക്രമേണ വർദ്ധിച്ചു വരികയാണ്. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളോട് ഞാൻ പറയാറുള്ളത്, ഇത് ഇനി നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയല്ല, ഇനി കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യണമെന്നാണ്. അവരുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അവർക്കായി ഇതിനകം ത്യാഗം ചെയ്തു, ഇനി ഞങ്ങൾക്ക് പിരിയാം എന്ന് പറയുന്നത് ശരിയല്ല. ചില കുട്ടികൾ വളർന്നിട്ടുണ്ടാകും, എന്നാൽ മറ്റു ചില കുട്ടികൾ മാതാപിതാക്കളുടെ വേർപിരിവിൽ വളരെ സാരമായി ബാധിക്കുന്ന പ്രായത്തിലുമായിരിക്കും. അവരുടെ ആളുകൾ ലൗകിക ചിന്താഗതി മാറ്റുകയും ആത്മീയതയിലേക്ക് തിരികുകയും ചെയ്യുകയാണെങ്കിൽ ഡിവോഴ്സിൻ്റെ ഈ തലാക്ക് കൊല്ലയുടെ ഈ എണ്ണം കുറയുന്നതാണ്.
ഇനി ഭൗതികതയെ മാത്രം സമ്പാദിക്കാനാണെങ്കിൽ ഈ അതാണ് ആഗ്രഹമെങ്കിൽ ഭൗതികമായിരിക്കുന്ന ആളുകളുടെ അതേ അവസ്ഥ നമ്മൾക്കും വരുന്നതാണ്. അതുകൊണ്ട് തർബീയത്തിൻ്റെ ശൂഭ അത് കൂടുതൽ ഊർജിതപ്പെടുകയും ജനങ്ങളോട് പറയുകയും ചെയ്യുക, അള്ളാഹുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കുക, അള്ളാഹുവിൻ്റെ പുതിയ തലമുറയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ 40-45 വർഷത്തിന് ശേഷം പിന്നീട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആഗ്രഹം വരുന്നത്, അതായത് പുതിയ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം വരുന്നത്, ഞാൻ യുവാവായിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നത്? യഥാർത്ഥത്തിൽ അതായത് ഭാര്യ ഭർത്താക്കന്മാരുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവില്ല. ആ സമൂഹത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്ക് താല്പര്യം വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നത് നിങ്ങൾ പർദ്ദ ധരിക്കണം എന്നുള്ളത്, പർദ്ദ സ്വീകരിക്കണം എന്നുള്ളത്, നിങ്ങളുടേതായിരിക്കുന്ന പരിമിതികൾ ഉണ്ട് എന്നുള്ള പറയുന്നതും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്നതാണ്. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും അത് തന്നെ ആയിരിക്കും, ഭൗതികരായിരിക്കുന്ന ആളുകളായി നിങ്ങൾ മാറുന്നതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ മതപരമായിരിക്കുന്ന ആ ചിന്ത നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതാണ് ലജ്നായിൽ അൻസാറുള്ള ചെയ്യേണ്ടത്. അത് കുട്ടികൾ പറയാറുള്ളത് ഇതാണ്, നിങ്ങളെന്താണ് ഉമ്മ ഈ ബുദ്ധിമുട്ട് സഹിക്കുന്നത് എന്നുള്ളത്. ഭൗതികതയിലേക്ക് പോകുമ്പോൾ പിന്നീട് മതപരമായ ചിന്തകളില്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുന്നു. അപ്പോൾ ഭാര്യ ചിന്തിക്കുന്നത് എന്താണ്, 10-15 വർഷമായില്ലേ സഹിക്കുന്നതും, അതുകൊണ്ട് ഞാൻ ഇത് വിടുകയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് പുരുഷന്മാരെ തർബീയത്ത് നടത്തേണ്ട നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾ നിന്നുകൊണ്ട് ഞാൻ ദീനിനെ ദുനിയാവിനൊക്കെ മുന്തിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. ദീനിനെ മുന്തിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ ദാസരായി തീരുക എന്നുള്ളതാണ്. നമസ്കരിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇബാദത്ത് റഹ്മാനായി തീരുകയില്ലല്ലോ. അത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ ചൊല്ലുമ്പോഴും അതിൽ ഞാൻ ഇബാദത്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, നിന്നോട് സഹായം തേടുന്നു എന്നുള്ളത് മാത്രമല്ല, എന്താണോ അള്ളാഹുവിൻ്റെ കൽപ്പന അത് പൂർണ്ണമായും നമ്മൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നതാണ് എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അധ്യാപനങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി ഞാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിന് നല്ല റിസൾട്ട് ഇത് മുഖേന വരുകയും ചെയ്യുന്നതാണ്. ഉസൂർ ഖിലാഫത്തിന് ചുമതല ഏർപ്പെടുന്ന ശേഷം നമ്മളുടെ വിശ്വാസവർദ്ധനയുള്ള ഏതെങ്കിലും സംഭവം നിങ്ങൾക്കുണ്ടാവും എന്ന് വിവരിക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാ ദിവസവും ഓരോ സംഭവങ്ങൾ വരുന്നുണ്ടല്ലോ. ജമാഅത്തിൻ്റെ പുരോഗതി തന്നെ ആ സംഭവങ്ങൾ തന്നെയല്ലേ. ആ വിശ്വാസം ഇതിലൂടെയല്ലേ വർദ്ധിക്കുന്നത്. എന്നെ പോലെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും അള്ളാഹു ഇങ്ങനെയുള്ള പുരോഗതികൾ നൽകുന്നുണ്ടെങ്കിൽ ഇത് ജമാഅത്ത് സത്യമാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. ജമാഅത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്, പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ വർദ്ധിക്കുന്ന ആഫ്രിക്കയിലുമുണ്ട്, യൂറോപ്പിലുമുണ്ട്, ഏഷ്യയിലുമുണ്ട്, മറ്റു നാടുകളിലുണ്ട്, പേർഷ്യയിലുമുണ്ട്, സൗത്ത് അമേരിക്കയിലുമുണ്ട്, അമേരിക്കയിലുമുണ്ട്. ഈ സംഭവങ്ങൾ നിത്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സംഭവങ്ങളെല്ലാം വിവരിക്കാറുണ്ട്, ജനങ്ങൾ പല സംഭവങ്ങൾ എഴുതാറുണ്ട്. അത് പുരോഗതിയുടെ ആ റിപ്പോർട്ട് ജൽസയുടെ 2ാമത്തെ ദിവസം ഞാൻ കേൾപ്പിക്കാറുണ്ട്. എത്രയോ സംഭവങ്ങൾ കേൾപ്പിക്കാറുണ്ട്. അതെല്ലാം ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അല്ലെന്നില്ല, ഞാൻ 20 വർഷം US എയർഫോഴ്സിൽ സേവനം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ റിട്ടയർമെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും സേവിക്കുന്നതിന് വേണ്ടി ഒരു ഹലാൽ ഫാം ബിസിനസ് ഞാൻ ആരംഭിക്കുകയാണ്. ഉസൂർ വിനയവും അത് ഉയർത്തുന്നതിന് വേണ്ടിയും വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് ഉപദേശമാണ് ഇത് സംബന്ധമായി ഉസൂർ നൽകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അത് നിങ്ങൾ ഉപജീവന മാർഗത്തിനാണല്ലോ ചെയ്യുന്നത്. അത് നിങ്ങൾ ചെയ്യുക. സഹാബാക്കൾ ബിസിനസ് ചെയ്തിരുന്നു, വലിയ കച്ചവടങ്ങളൊക്കെ ചെയ്തിരുന്നു, കോടീശ്വരന്മാർ അവർ മാറിയിരുന്നു, കോടിക്കണക്കിന് പൈസ അവർ മരിച്ച സമയത്ത് അവരുടേത് ബാക്കിയായിട്ടുണ്ടായിരുന്നു. എന്നാൽ ദീനിനെ അവരൊരിക്കലും തന്നെ വിട്ട് കളഞ്ഞിട്ടില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്ത് ഭൗതിക ജോലി നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ദീനിനെ നിങ്ങൾ മറന്നു പോകരുത്, അള്ളാഹുവിൻ്റെ കടമകൾ നിങ്ങൾ മറന്നു പോകരുത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നു, ഹാത്ത് ബാക്കാർ ദിൽ ബയാർ, അത് കൈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ഹൃദയത്തിൽ എപ്പോഴും തന്നെ അള്ളാഹുവിൻ്റെ ഭയം ഉണ്ടായിത്തീരുക. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക. നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വിശ്വസ്തത ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു വിധത്തിലുള്ള വഞ്ചനയും ഉണ്ടാകാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് ബ്രോയിലർ കോഴികളെ അതിനെ നല്ല കോഴി ആണ്,
ആരോഗ്യമുള്ള കോഴിയാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് എന്ത് ആരോഗ്യമാണ് ഇതിലുള്ളത്? നിങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്യാറില്ലേ? ഇല്ല. അപ്പം ഞങ്ങളത് ചെയ്യാറില്ല. വലിയ വലിയ ഇൻഡസ്ട്രിക്കാരാണ് അത് ചെയ്യാറുള്ളത്. നിങ്ങളതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഓർഗാനിക് ആണെങ്കിൽ അതെങ്കിൽ അത് വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് ഓർഗാനിക് ആണോ എന്ന് നിങ്ങൾ നോക്കേണ്ടതാണ്. ചില കെമിക്കലെല്ലാം നൽകിക്കൊണ്ട് അതിനെ ബിസിനസ്സിനെ പോഷിപ്പിക്കാൻ വേണ്ടി നമ്മളത് ചെയ്യാറുണ്ട്. അതങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. 5 നേര നമസ്കാരം കൃത്യമായിട്ട് അനുഷ്ഠിക്കുക. അത് ജോലിയിൽ മുഴുകിപ്പോയി അത് നമസ്കാരം മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ഭാര്യ മക്കളുടെ കടമകൾ നിങ്ങൾ നിറവേറ്റേണ്ടതാണ്. ജമാഅത്തിൻ്റെ കടമകൾ നിങ്ങൾ നിറവേറ്റേണ്ടത് മറക്കാൻ പാടില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക വെക്കുകയാണെങ്കിൽ അള്ളാഹും കിട്ടുന്നതാണ്, ബിസിനസ്സും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഈ കൂടിക്കാഴ്ച അവസാനിച്ചപ്പോൾ അൻസാറുകൾക്ക് അമീറുൽ മുഅ്മിനീനോടൊപ്പം ഫോട്ടോ എടുക്കാനും അവസരം ലഭിച്ചു. കൂടാതെ പേനകൾ സമ്മാനമായി ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ പ്രിയപ്പെട്ട ഹുസൂറിൻ്റെ മുലാഖാത്ത് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അവസാനത്തെ വിഭാഗമായ വെള്ളിയാഴ്ചയുടെ ഖുത്ബയെ സംബന്ധിച്ച് ഇത് അവസാനിക്കുന്നതാണ്. ഇന്നത്തെ വെള്ളിയാഴ്ച ഖുത്ബയിൽ ഹുസൂർ അയ്യദുല്ലാ മിസ്റുൽ അസീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ സമാനതകളില്ലാത്ത ഔദാര്യത്തിൻ്റെ ഉദാഹരണത്തെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. പരുഷമായ പെരുമാറ്റത്തിന് മുന്നിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ഔദാര്യത്തെ വ്യക്തമാക്കുന്ന ഒരു സംഭവം ഹുസൂർ വിവരിക്കുകയുണ്ടായി. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ ഒരു സദസ്സിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും, ഞങ്ങൾ എഴുന്നേറ്റ് പോകുന്നായിരുന്നു. അങ്ങനെ റസൂൽ തിരുമേനി വീട്ടിലേക്ക് പോകുമായിരുന്നു. ഒരു ദിവസം ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നും. ഒരു ബദ്ദുവിനെ ഞങ്ങൾ കാണുകയുണ്ടായി, കാട്ടറബി. അദ്ദേഹത്തിൻ്റെ ചാദർ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിക്കുകയുണ്ടായി. അങ്ങനെ റസൂൽ തിരുമേനിയുടെ അവിടെ മുറിവ് ഏൽക്കുകയുണ്ടായി. കാരണം വളരെ പരുക്കമുള്ള ഒരു ചാദറായിരുന്നു അത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞപ്പോൾ പറഞ്ഞ്, എൻ്റെ ഈ 2 ഒട്ടകപ്പുറത്തും ധാന്യങ്ങൾ നിർത്തുക. കാരണം നിങ്ങളോ നിങ്ങളുടെ പിതാവോ നിങ്ങളുടെ സ്വന്തം സമ്പത്തിൽ നിന്നല്ല ഇത് നൽകുന്നത് എന്ന് ഓർക്കണമെന്നുള്ളതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നൽകില്ല എന്ന് പറഞ്ഞു. ഞാൻ അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കുന്നു അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കുന്നു പറയുകയുണ്ടായി. നിനക്ക് ഏതുവരെ ഇനി എന്നെ ഈ വലിച്ചപ്പോഴുള്ളതിന് പ്രതിഫലം പകരം വീട്ടാതെ ഞാൻ ഒരിക്കലും തന്നെ നിങ്ങൾ നൽകില്ല എന്ന് പറയുകയുണ്ടായി. ആ ബദ്ദു എപ്പോഴും തന്നെ പറയുകയുണ്ടായി, ഞാൻ ഇതിന് പ്രതികാരം നിങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം താങ്കൾ തിന്മക്ക് പറയണം, തിന്മ താങ്കൾ ചെയ്യില്ല. കാരണം ആ ബദ്ദുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം അറിയുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് പ്രതികാരം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ തെറ്റ് ചെയ്തത് ശരിയാണ്, പക്ഷെ താങ്കൾ തെറ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി പുഞ്ചിരിക്കുകയുണ്ടായി. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറയുകയുണ്ടായി, ഇദ്ദേഹത്തിന് 2 ഒട്ടകത്തിലും ഒന്നിൽ ബാർലിയും മറ്റേ ഒട്ടകപ്പുറത്ത് ഈന്തപ്പഴം നിറക്കാൻ പറയുകയുണ്ടായി. പ്രവാചകൻ അവന് ധാന്യങ്ങൾ നൽകുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവൻ്റെ തെറ്റ് ക്ഷമിക്കുകയും ചെയ്തു.